ഹലോ, വെൽക്കം ടു കുപ്പിവള. ഇനി ഞങ്ങളൊരു ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. കുഞ്ഞാവേ, നമ്മളെങ്ങടാ പോണേ? പപ്പനെങ്ങാടി പറഞ്ഞേ. പ്രശോഭേട്ടൻ കാർ ഓടിക്കുകയാണ്. ഹായ് പറയൂ. കുഞ്ഞാവ ഹായ് പറയണ്ടേ? കുഞ്ഞാവ ഹായ് പറഞ്ഞേ. കുഞ്ഞായിക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണക്കാരെ ഹായ് പറ. ഞങ്ങൾ പരപ്പനങ്ങാടിയിലേക്കാണ് കേട്ടോ യാത്ര. 2 മണിക്കൂറുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ ഏകദേശം എത്താറായി. എന്താണ്ട റോഡൊക്കെ പൊളിഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെ പൊളിഞ്ഞെടുന്നൊന്നും കാണുന്നില്ല, വെയില് വെറുതെ കാഴ്ചതുള്ളൂ. ഞങ്ങളെ പെരിന്തൽമണ്ണൻ്റെ അവസ്ഥയാണ്. ആകെ കുണ്ടും കുഴിയാണ്. അപ്പോൾ ഇതാ ഒരു ഡബിൾ ഡെക്കർ ബസ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ? ഇത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ മിസ് ചെയ്യാൻ തോന്നില്ല. ടീ ടൈം. ഇവിടുന്ന് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു. ശരിക്കും ബസ്സിൻ്റെ ബോഡി തന്നെ. ഇതിപ്പോൾ ബസ്സിൻ്റെ ബോഡി ഇങ്ങനെ ആക്കിയിട്ടാണ് തോന്നുന്നു. ആഹാ, ആൾ ഇന്ത്യക്കാരനല്ല കേട്ടോ, ലണ്ടൻകാരാണ്. കണ്ടോ, ഡ്രൈവർ ക്യാബിനുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു അടിപൊളി സെറ്റപ്പായി. കണ്ടോ, ഷെഫൊക്കെ ഉണ്ട്. ഇതാ അവിടെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ ഈ സ്നാക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബിരിയാണി അതുപോലത്തെ ഈ ഹെവി ഐറ്റംസ് ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇതുണ്ടോ, ഇതാണ് എൻട്രൻസ്. ഞങ്ങളെന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് കഴിക്കണമൊന്നുമില്ല, കാരണം കൊറോണയൊക്കെ അല്ലേ. ഇപ്പോൾ പാർസൽ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഞാൻ താഴെ ഇറങ്ങി ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ ഞങ്ങൾ ഓർഡർ വന്നു കേട്ടോ. ഫ്രഷായിട്ട് അതാ ബില്ലൊക്കെ പേ ചെയ്തിട്ട് വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു പ്ലേസ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ബൈ, ടീ ടൈം. അപ്പോൾ ദാ വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ഞങ്ങൾ ടീ ടൈമിൽ നിന്ന് അപ്പോൾ ഒരു സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം. ഇതാ ഫ്രഷായിട്ട് ഇതാ വാങ്ങിയ സാധനങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്യാണ്. ഹലോ, ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഹൈവേയിലോട്ട് കയറുകയാണ്. ഇതെവിടെ സ്ഥലം? പടപ്പടം. ഹൈവേ ആണ്. ഇതൊക്കെ ബസ്സൊക്കെ ഇപ്പോൾ സർവീസൊന്നും നടത്താത്തതുകൊണ്ട് ഇപ്പോൾ ആകെ ഇങ്ങനെ നാശാവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇല്ലേ കൊറോണേൻ്റെ ഓരോ അവസ്ഥകൾ. ഇതുണ്ടോ, ഹൈ കോഴിക്കുഞ്ഞുങ്ങളുണ്ടോ? നല്ല രസമുണ്ട്. പിന്നെ ഇതാ
ഇവിടെ ഒരു ചന്തയാണ്. എന്നാലും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അതവിടെ ഒരു ബേക്കറി കണ്ടു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. ഫ്രഷ് ആയിട്ടാട്ടോ വാങ്ങണം, ഞാൻ പുറത്തൊന്നും അങ്ങനെയില്ല. പിന്നെ വാവതാ ഉറങ്ങി. ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചു വരുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് കണ്ടോ, സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പോവുകയാണ്. കോട്ടയ്ക്കൽ ആര്യവേദശാല എത്തിട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവും. ടിപ് ടോപ്പ് ഫർണിച്ചർ. ഹായ്, ഇതൊക്കെ ഒരു പള്ളി കണ്ടോ? പള്ളീൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നല്ല മനോഹരമായൊരു പള്ളി. നല്ല രസമുണ്ട്. പേരറിഞ്ഞൂടാ, കോട്ടയ്ക്കല്ല കേട്ടോ. ഇത് കണ്ടൊരു ചെറിയൊരു ഗാർഡൻ പോലെ. ഞങ്ങളിപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് വെറുതെ ഒന്ന് ചുറ്റിക്കിറങ്ങാൻ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ പുറത്തിറങ്ങിയത്. മറ്റേത് ഞാൻ എവിടെ ഇറങ്ങാറില്ല, പ്രത്യേകിച്ച് വാവനായിട്ടൊക്കെ ആയതുകൊണ്ട് ഈ സമയത്ത് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി നോക്കിയതാ. മഴ പെയ്തു. നല്ല മഴയാണ്, ഉഗ്രം മഴയാട്ടോ. ഇതിപ്പോൾ ഒരു അപ്രതീക്ഷിതമായ മഴയാണ്. കുഞ്ഞാവ മൂഡ് ഓഫിലാട്ടോ. അപ്പം ഞാനിങ്ങനെ ചിരിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ചിരിച്ചി ഇപ്പം സ്മാർട്ടായി. ഭയങ്കര ഇഷ്ടം കേട്ടോ യാത്ര പോകാൻ. പക്ഷെ ഞങ്ങളിപ്പോൾ അങ്ങനെയൊന്നും പുറത്തൊന്നും പോയി. കൊറോണയായിട്ട് എത്രയോ കാലമായി പുറത്തിറങ്ങിയിട്ട്. ഇപ്പോഴാണ് ഒന്ന് എന്താ പറയുക, ഞാൻ എൻ്റെ വീട്ടിലേക്ക്, അവിടുന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്, അത് മാത്രമേ ഉള്ളൂ എൻ്റെ യാത്ര. അതുകൊണ്ടാണ് ഞങ്ങളിന്ന് ഇപ്പോൾ പുറത്ത് പോയിട്ടായാലും ഭക്ഷണമൊന്നും കഴിക്കാത്തത്. വിഷമപ്പോൾ പാർസൽ മേടിച്ചെന്നുള്ളൂ. അത് ചെമ്മാട് പാലാട്ടോ. ചെമ്മാടല്ല, സോറി, പാലത്തിങ്ങൽ. അതാ പുതിയ പാലാണ് കണ്ടത്. അപ്പോൾ അതാ വീടെത്താനായി. ഈ കാണുന്നത് ഞങ്ങളടുത്തുള്ള തിയേറ്റർ ആട്ടോ, ജയ കേരള തിയേറ്റർ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ തിയേറ്ററാണ്. കണ്ടോ, പൂട്ടിട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ തിയേറ്ററൊക്കെ പോയി സിനിമ കാണാൻ കൊതിയാവുണ്ട്. അങ്ങനെ വീടെത്തി. ഈ ബ്ലൂ പെയിൻ്റ് അടിച്ചിരിക്കുകയാണ് എൻ്റെ വീട്. ആ മുന്നിൽ കാണില്ലേ റോസ് പെയിൻറ്റ്, അത് ഞങ്ങളെ തറവാടാണ്. അവിടെ അമ്മമ്മ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങളെ. അപ്പോൾ വീടെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഈ കുട്ടി ട്രാവൽ വ്ളോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ.